പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വീണ്ടും വൻ വിവാദം. തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ തന്നെ പാർട്ടിയിലെ പ്രമുഖ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന അരൂപ് വിശ്വാസ് പുതിയ ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറുകയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു കത്തും സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള വിവാദങ്ങളുമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട രേഖകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടെ തന്നെ തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും അതിനെ ചൊല്ലി അല്ലെങ്കിൽ നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും കൂടുതൽ പരിഹാസ്യമാവുകയാണ്. അടുത്തിടെ തന്നെ പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കൾക്കെതിരെ ഉയർന്ന വിവാദങ്ങളും അന്വേഷണങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികൾ ഈ സംഭവത്തെ ശക്തമായി തന്നെ ആയുധമാക്കുമ്പോൾ തൃണമൂൽ നേതൃത്വവും പ്രതിരോധ നിലപാടിലാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ, അവിടെ അധികാര ദുരുപയോഗം, പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ എന്നിവയെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങൾ വലിയ രീതിയിൽ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ കൂടുതൽ ചൂടുപിടിപ്പിക്കാൻ അവിടെ ഒരുങ്ങുന്നതായി തന്നെയുള്ള നിലപാടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം വിഷയത്തിൽ ഔദ്യോഗിക അന്വേഷണങ്ങളോ നിയമ നടപടികളോ പുരോഗമിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്നാൽ സംഭവ വികാസങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒരു വശത്ത് രാഷ്ട്രീയ ആരോപണങ്ങളും മറുവശത്ത് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുമ്പോൾ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. മാത്രമല്ല പല രീതിയിലുമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധി കൂടുതൽ വഷളാകുമോ, പുതിയ വെളിപ്പെടുത്തലുകൾ ഇനിയും പുറത്തേക്ക് വരുമോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ അടുത്ത നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതേസമയം പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭവാനിപൂർ മണ്ഡലത്തിൽ BJP നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ സുവേന്ദു അധികാരി അവിടെയാകട്ടെ അദ്ദേഹത്തോട് വലിയ രീതിയിൽ കനത്തൊരു പരാജയമാണ് മമതാ ബാനർജിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ പരാജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചതായിട്ടുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയാകട്ടെ അവിടെ വലിയ രീതിയിൽ അവിടെ കൂടി ഒരു മമത ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഭവാനിപൂരിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വെച്ച് BJP പ്രവർത്തകർ തന്നെയും തന്റെ ഇലക്ഷൻ ഏജന്റിനെയും ശാരീരികമായി തന്നെ ആക്രമിച്ചുവെന്നും വോട്ടെണ്ണൽ പ്രക്രിയ ഏകപക്ഷീയമായാണ് നടത്തുന്നതെന്നും മമത ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വ്യാപകമായ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് എന്നും വോട്ടെണ്ണൽ സമയത്ത് EVMകളിൽ 90 മുതൽ 95% വരെ ചാർജിംഗ് ബാക്കി നിന്നത് അത് തെളിവാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജി മത്സരിച്ചപ്പോൾ അവിടുത്തെ റീറ്റേണിംഗ് ഓഫീസർ ആയിരുന്ന വ്യക്തിയെ തന്നെയാണ് ഇത്തവണ ഭവാനിപൂരിലും നിയമിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും ഇവർ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുതിർന്ന അഭിഭാഷകനുമായ കല്യാൺ ബാനർജി ഇവിടെ ആരോപണം ഉന്നയിക്കുന്നു. അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭവാനിപൂർ മണ്ഡലത്തിൽ 15,105 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുവേന്ദു അധികാരി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയത്. പതിറ്റാണ്ടുകളായി തന്നെ മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രമായിരുന്ന ഭവാനിപൂരിലെ തോൽവി തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.